എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു ന്യായമായ റേറ്റ്, കുറഞ്ഞ വിലേൻ്റെ ഒരു ലാൻഡാണ്. വലിയ കുറവല്ല, എന്നാലും കുറഞ്ഞ വിലയാണ്. നമ്മൾ വടുവഞ്ചാലിൽ നിന്ന് 2.5 കിലോമീറ്റർ ഡിസ്റ്റൻസ്, അമ്പലവയലിൽ നിന്ന് 6 കിലോമീറ്റർ ഡിസ്റ്റൻസ്, തൊട്ടടുത്ത് തോമാട്ടുകാലുണ്ട്. തോമാട്ടുകാൽ ടൗണിൻ്റെ തൊട്ട് ചേർന്നാണ് ഈ ലാൻഡ് കിടക്കുന്നത്. മെയിൻ റോഡിൽ നിന്ന് 1 കിലോമീറ്റർ വ്യത്യാസം, 1:100 വരും കറക്റ്റ്. അതിലൊരു 500 മീറ്റർ ടാറിംഗ് ആണ്, 500 മീറ്റർ മണ്ണ് റോഡാണ്. ഞാൻ ആ മണ്ണ് റോഡ് കാണിക്കുന്നുണ്ട്, അത് പഞ്ചായത്ത് റോഡാണ്. പിന്നെ സ്കൂളുകൾ, കാര്യങ്ങൾ, ഹോസ്പിറ്റൽസ് ഇതൊക്കെ അമ്പലവയൽ പരിസരത്തൊക്കെ ഉണ്ട്. വടുവഞ്ചാലുണ്ട്. പിന്നെ ടൂറിസത്തിന് പറ്റും. നിലവിൽ നല്ല കാപ്പിത്തോട്ടാണ്, പുതിയ കാപ്പിയാണ്. ഇപ്രാവശ്യം നല്ല ക്രോപ്പ് ഉണ്ടായിരുന്നു. 1.25 ഏക്കറുണ്ട്. 1 ഏക്കർ 75 സെൻറ്റോളം ലാൻഡ് ഉണ്ട്. അത്യാവശ്യം നല്ല ലാൻഡാണ്, നല്ല പ്രൈവസി ഉള്ള ലാൻഡാണ്. തൊട്ടടുത്ത് കാര്യമായിട്ടൊന്നുമില്ല, തോട്ടങ്ങൾ തന്നെയാണ് കൂടുതലും. അപ്പോൾ റോഡ് സൗകര്യമുണ്ട്, നല്ല ലാൻഡാണ്. ഇതിന് സെൻറ്റ് വില വരുന്നത് 29,000 രൂപ. ശ്രദ്ധിക്കുക, സെൻറ്റ് വില 29,000 രൂപയാണ്. ടോട്ടൽ വിലയല്ല പറയുന്നത്, സെൻറ്റ് വില. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരെ വിളിക്കുക. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് മുന്നോട്ട് പോകണം കേട്ടോ. അപ്പം വീഡിയോയിലോട്ട് പോവാം. നമ്മളിത് പോകുന്ന വഴി കേട്ടോ, അതായത് ടാറിംഗ് റോഡ് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത മണ്ണ് റോഡാണിത്. ഇത് നിലവിൽ പഞ്ചായത്ത് ഏറ്റെടുത്ത റോഡാണ്, അതായത് പഞ്ചായത്ത് റോഡാണ്. ഇതെപ്പോൾ ടാർ ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പഞ്ചായത്ത് ടാർ ചെയ്യുന്നൊക്കെയാണ് പറയുന്നത്. നല്ല അന്തരീക്ഷം കേട്ടോ. ഈ ഒരു പോക്ക് ഇതിൻ്റെ ഏറ്റവും ഭംഗിയുള്ളൊരു കാഴ്ചയാണ്. 2 സൈഡും നിരന്ന ഒരുപാട് ലാൻഡ് കിടക്കുന്നുണ്ട്. ഒരുപാട് തോട്ടങ്ങളാണ്, കുറേ കാലി സ്ഥലങ്ങളുണ്ട്, നല്ല വ്യൂ ഉണ്ട്. അപ്പം നിങ്ങൾ അതും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ കൂടെ എടുത്തത്. ഒരു 600 മീറ്ററോളം ഈ മണ്ണ് റോഡുണ്ട് കേട്ടോ. നല്ല രസമുള്ള കാഴ്ചകളാണ്. നമ്മൾ ഈ റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് നമ്മളെ ലാൻഡ്. ഇത് പിന്നെ വലിയ കയറ്റോ ഇറക്കമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് മഴക്കാലത്തും പോകാൻ നല്ല സുഖമാണ്. ഓൾമോസ്റ്റ് നിരന്ന ഏരിയ ആണ്. നമ്മളിപ്പോൾ ലാൻഡ് എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ വന്ന റോഡാണ് നിങ്ങൾ ഈ കാണുന്നത്. വലത് സൈഡുള്ളതാണ് നമ്മളെ ലാൻഡ്. തുടങ്ങിയിട്ടില്ല, വലത് സൈഡ് ആണ് നമ്മളെ ലാൻഡ്. നിങ്ങൾ ആ കുറച്ച് അപ്പുറത്ത് കാപ്പിത്തോട്ടം കാണുന്നുണ്ടാവും, അവിടെയാണ് നമ്മളെ ലാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ റോഡ് ഒരു 100-300 മീറ്ററോളം കുറച്ചുകൂടെ പോകാണ്ട്. അത് പോയി കഴിഞ്ഞാൽ റോഡ് തീരാണ്. ഇത് ഇവിടെ നിന്നാണ് നമ്മളെ ലാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഏതാണ്ട് ഞാനിപ്പോൾ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. അവിടെ ഒരു കുറ്റി നിങ്ങൾ കാണുന്നുണ്ട്, അത്രയും ദൂരമാണ് ഈ റോഡിൻ്റെ ഫ്രണ്ടേജ് വരുന്നത്. ബാക്കി വലത്തോട്ട് അങ്ങനെ പോവാണ്. ബാക്കോട്ട് പോകുന്നതോറും കുറച്ചുകൂടെ വീതി ആവുന്നുണ്ട് കേട്ടോ ലാൻഡിന്. ഇത് സ്റ്റാർട്ടിങ്ങിൽ ഈ ഒരു വീതിയാണുള്ളത്. നിങ്ങൾ കാണുന്നുണ്ടാവും, പുതിയ കാപ്പി തൈയാണ്. ഞാൻ പറഞ്ഞ മാതിരി ഇവർ പുതിയ കാപ്പി നട്ടതാണ്. വിളവ് നല്ല വിളവുണ്ട്. ഇപ്പോഴത്തെ വില വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ലാൻഡ് വാങ്ങിയിട്ടാൽ നമുക്ക് അഗ്രികൾച്ചർ പർപ്പസ് മാത്രമായിട്ട് ഉപയോഗിക്കാം. പിന്നെ കുറച്ച് കവുങ്ങുണ്ട്, കുറച്ച് കുരുമുളക് ഇവർ നട്ടിട്ടുണ്ട്, ആയിട്ടില്ല. പിന്നെ കുറച്ച് മരങ്ങളൊക്കെയാണ് ഇതിലുള്ളത് കേട്ടോ. ഇങ്ങനെയാണ് ഈ തോട്ടത്തിൻ്റെ ഒരു കോലം വരുന്നത്. ഏതാണ്ടൊരു പകുതിയോളം ഈ ഒരു ലെവല് നിരപ്പാണ്, ബാക്കിയുള്ള പകുതി സ്ലോപ്പാണ്. സ്ലോപ്പ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ ചെറിയ സ്ലോപ്പ് ഇങ്ങനെ ഇറങ്ങി താഴെ വരെ പോവാണ്. ഏറ്റവും താഴെ വയലാണ്, അവിടെ എത്തുന്നില്ല ലാൻഡ്. വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഏരിയ കേട്ടോ. കറണ്ട് പിന്നെ തൊട്ടടുത്ത് പറഞ്ഞാൽ നമ്മൾ ആ വീടുകൾ തുടങ്ങി അവിടം വരെ കറണ്ട് എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ ചെയ്യേണ്ടി വരും, ആ ഒരു കാര്യമുണ്ട്. പിന്നെ ആ ഒരു വില വരുന്നുള്ളൂ. അത്യാവശ്യം വ്യൂ ഒക്കെ ഉള്ള ഏരിയ കേട്ടോ. മഞ്ഞൊക്കെ ഉള്ള സമയത്ത് രാവിലെയൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല മഞ്ഞാണ് ഇവിടെ. ഈ വടുവഞ്ചാൽ ഏരിയേൻ്റെ പ്രത്യേകതയാണ്, ഫുള്ള് മഞ്ഞാണ്. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല രസമാണ്. പിന്നെ മൃഗങ്ങളൊരു ശല്യം ഈ ഭാഗത്ത് ഇല്ല കേട്ടോ, ഇത്രയും കാലമായിട്ടില്ല. ഇനിയിപ്പോൾ വരുമെന്ന് പറയാൻ പറ്റില്ല, നിങ്ങൾക്കറിയാലോ, അത് നമുക്ക് ഗ്യാരണ്ടി തരാൻ പറ്റില്ല. അപ്പോൾ ഇത്രയും കാലമായിട്ട് മൃഗങ്ങളെ ശല്യമൊന്നും ഇല്ലാത്ത നല്ലൊരു സൈലൻ്റ് ഏരിയ ആണ്. 1 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് ബസ് റൂട്ടാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഏരിയ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി സെൻറ്റിന് 29,000 രൂപയാണ് വില വരുന്നത്. ആ ഒരു വിലയ്ക്ക് നമ്മൾ കൃഷീൻ്റെ ആവശ്യം മാത്രം ആയിട്ട് എടുക്കുകയാണെങ്കിലും നമുക്കത് മെച്ചമാണ്. അതിനുള്ള വരുമാനം തോട്ടത്തുനിന്ന് കിട്ടും. പിന്നെ നമുക്ക് നല്ലൊരു ഫാം ടൂറിസം ചെയ്യുക. അതിൽ നല്ലൊരു റിസോർട്ട് ഫാം ബേസ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല സ്കോപ്പാണ്, നല്ല പ്രൈവസി ഉള്ള ഏരിയ ആണ്. അപ്പോൾ അങ്ങനെ നമുക്കിതിൽ കാണാം. ഈ ഒരു ചെരിവാട്ടോ നിങ്ങൾ കാണുന്നുണ്ടാവും. ഇങ്ങനെയാണ് ലാൻഡ് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നത്. താഴെ നിങ്ങൾ ഏരിയ കാണുന്നുണ്ടാവും. അപ്പുറത്തെ സൈഡൊക്കെ ഒരുപാട് വീടുകളുണ്ട് കേട്ടോ. ആ സൈഡൊക്കെ ഒരുപാട് വീടുകളൊക്കെ ഉള്ള ഏരിയ ആണ്, കുറച്ച് വിട്ടിട്ടാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ലാൻഡ് വരുന്നത്. വീഡിയോ എല്ലാവരും ക്ലിയറായിട്ട് കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരൊക്കെ വിളിക്കുക, വീഡിയോ ലൈക്ക് ചെയ്ത് മുന്നോട്ട് പോവുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം.